ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ വലിയ ടോപ്പിക്കാണ്. ഹോ ഒപ്പനോ പ്രെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സാമ്പത്തിക ബ്ലോക്കുകൾ എങ്ങനെ നമുക്ക് മാറ്റാമെന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ്റെ പിറകെയാണ്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, 7 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ ക്ലാസ്, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നിങ്ങൾ നോക്കിക്കോളൂ, അടുത്ത വർഷം ഈ ഹോ ഓപ്പനോ ആയിരിക്കും ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഹോ ഓപ്പനോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ പറയുന്ന കണ്ടൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ടോപ്പിക്കും കൂടി ഇടയ്ക്ക് ഇതിലേക്ക് ഇടുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം തിരസ്കരിച്ചിട്ട് രണ്ടാമത് സ്വീകരിക്കുന്നതെല്ലാം വൻ ഹിറ്റായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊറോണ സമയത്ത് എനിക്ക് നല്ല കടബാധ്യത വന്നപ്പോൾ എല്ലാവരും എൻ്റെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് എല്ലാം എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് എടുക്കൂ മാഡം, ഓൺലൈൻ ക്ലാസ്, യൂട്യൂബും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ, ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മിക്കവാറും എൻ്റെ സ്റ്റുഡൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് അവരെൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നെ നല്ലവണ്ണം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങാനും പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കാനും. പക്ഷേ ഞാൻ ഇല്ല യൂട്യൂബും തുടങ്ങിയില്ല, ഓൺലൈൻ ക്ലാസ്സും എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ആ കൊറോണ സമയത്തും അതിനു മുന്നേയും വന്ന എല്ലാ കടബാധ്യതകളും തീർത്തത് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. അപ്പോൾ അത് തിരിച്ച് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി അന്ന് മുതലാണ് എൻ്റെ ലൈഫ് ഒരു വലിയൊരു ഹൈറ്റിലേക്ക് പോയത്. അപ്പോൾ അത് ആദ്യം ഞാൻ തിരസ്കരിച്ച ഒരു കാര്യമായിരുന്നു. അത് പിന്നെ ഞാൻ രണ്ടാമത് ഏറ്റെടുത്തപ്പോൾ വൻ ഹിറ്റായി. രണ്ടാമത് യൂട്യൂബ് ഒരു 2 or 3 തവണ ഞാൻ ഉപേക്ഷിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഈ മാസം ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും വരുമാനവും കിട്ടുകയാണ്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പം കിട്ടി, അക്കൗണ്ടിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്നാലും ആ പ്രോസസ്സിങ്ങിലാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു, യൂട്യൂബേ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഞാൻ യൂട്യൂബിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങുന്നത് സമയത്ത് എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് 15,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുകയാണ്. വിതിൻ ഷോർട്ട് പീരീഡ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളോട് ആരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാതെ പോലും നിങ്ങൾ ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹോ ഓപ്പനോ എന്ന് പറയുന്ന ഈ ഒരു പ്രെയർ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിനോട് തീരെയും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഒരു അന്ധവിശ്വാസമാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ കഥ പോലും എനിക്ക് തീരെ വിശ്വസനീയമായിട്ട് തോന്നിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. ഞാൻ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ ആ ക്ലാസ്സുകളിലൊക്കെ ഈ ഹോ ഓപ്പനോയെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ പറയുമെങ്കിലും എനിക്ക് അതിനോട് എന്തുകൊണ്ടോ ഒരു മതിപ്പ് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 1 year കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹോ ഓപ്പനോയാണ്. എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് ഹോ ഓപ്പനോ പ്രെയറാണ്. എനിക്ക് ലൈഫിൽ ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കൊരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും ഹെൽത്ത് വൈസുള്ള ഒരു വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ ആകുലതകൾ പണ്ട് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിരുന്നത് ഫ്യൂച്ചറിലേക്കുള്ള ആകുലതകളായിരുന്നു ഏറ്റവും കൂടുതൽ. നിലവിലും ആകുലതയുണ്ട്, ഫ്യൂച്ചറിനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആകുലതയില്ല. എനിക്ക് എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഹോ ഓപ്പനോ പ്രെയർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്രയും വിശ്വാസം എനിക്ക് ഇന്ന് ആ പ്രെയറിനോടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇൻട്രോ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ ഹോ ഓപ്പനോയുടെ കുറച്ച് ചരിത്രം പറയാം. കാര്യം നമ്മളിത് നിങ്ങളിൽ മിക്കവർക്കും അറിയാമായിരിക്കാം,
അപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് അറിയില്ലായിരിക്കാം എന്താണ് ഈ ഹോ ഓപ്പനോ പ്രെയർ. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാം, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചരിത്രം ഞാനൊന്ന് പറയാം. ഈ ഹോ ഓപ്പനോ പ്രെയർ എന്ന് പറയുന്നത് ഒരു ഹവാലിയൻ ദ്വീപിൽ അവരുടെ ഒരു ആത്മീയ ചികിത്സ, ഒരു ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു, ഒരു ആചാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഹവാലിയൻ ദ്വീപിലെ. അത് നടത്തിയിരുന്നത് ഒരു പ്രീസ്റ്റ് പോലെ, ഒരു കഹൂന എന്നോ എന്തോ മറ്റോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കഹൂന എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റാണ് ആ ഒരു ചടങ്ങ്. ആത്മീയ ഗുരുവാണ്, അവരുടെ ഒരു ആത്മീയ ഗുരുവാണ്. നമ്മൾ ഇവിടെയൊക്കെ ആത്മീയ ഗുരുക്കൾ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തോ ഒരു ആത്മീയ ഗുരുവാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, രണ്ടുപേര് തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ അസുഖം, എന്ത് പ്രശ്നങ്ങൾക്കും അവർ ഈ പ്രീസ്റ്റിനെ വിളിച്ചു വരുത്തി എല്ലാ കുടുംബാംഗങ്ങളും കൂടെ വളഞ്ഞിരുന്ന് ഈ ഒരു പ്രെയർ ചൊല്ലി പരസ്പരം അവർ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കും. അതായിരുന്നു അവരുടെ ഒരു ചടങ്ങ്. അതിലൂടെ അവർ മനസ്സിലാക്കിയത് ക്ഷമയിലൂടെ അവർക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കും. അപ്പോൾ പരസ്പരം ക്ഷമിക്കുന്നതിലൂടെ കുടുംബത്തിൽ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ അങ്ങ് മാറി പരസ്പരം ക്ഷമ ചോദിക്കുകയും കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതിലൂടെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ നെഗറ്റീവ് മാറുകയും ചെയ്യും. പിന്നെ നമ്മളുടെ പഴയകാല നെഗറ്റീവ് ഓർമ്മകളെല്ലാം നമ്മൾ ഈ ഒരു പ്രെയറിലൂടെ എടുത്ത് കളയും. അങ്ങനെ കളയുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാകും. അപ്പോൾ ഈ മനസ്സ് ശാന്തമാകുന്നതോടുകൂടി നമ്മുടെ പുറമേയുള്ള ജീവിതവും സുഖകരമാകും. നമ്മളിപ്പോൾ ഉള്ളിൽ ഫ്രസ്ട്രേഷൻ വെച്ചുകൊണ്ട് ഒരു കുടുംബത്തിലെ 2-3 പേര് ജീവിക്കുകയാണെങ്കിൽ അവർ പരസ്പരം എപ്പോഴും ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഉള്ളിലെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പുറമേക്ക് ഇത് പ്രകടിപ്പിക്കാറുള്ളത്. അപ്പം അങ്ങനെ അവർ ഈ ഒരു ഓപ്പനോ പ്രെയർ ഉപയോഗിച്ചുകൊണ്ട് കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ ഇരിക്കവേ അത് അവരുടെ മാത്രം ഒരു ഹവാലിയൻ ദ്വീപിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രെയർ ആയിരുന്നു. ആ പ്രെയറിനെ ലോക പ്രശസ്തമാക്കിയത് ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ജോലി കിട്ടി വരുന്ന സമയത്ത് അവിടുത്തെ നേഴ്സ് പറയുന്നു, ഇവിടുത്തെ പേഷ്യൻസൊക്കെ ഭയങ്കര ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്, അവർ പലരും റേപ്പിസ്റ്റുകളാണ്, പിന്നെ അവരെ ആരെയും ട്രീറ്റ് ചെയ്യാനോ ആരെയും കാണാനോ ഒന്നും അവർ അനുവദിക്കുന്നവരല്ല, അത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഡോക്ടേഴ്സിനെയോ നേഴ്സുമാരെയോ ഒന്നും അവരുടെ അടുത്തേക്ക് പോകാനോ ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് അവരെ ഒന്നും കാണേണ്ട കാര്യമില്ല, അവരുടെ ഫയലുകൾ, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു റെക്കോർഡ് ഉണ്ടാകുമല്ലോ, നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങി, ആ റെക്കോർഡ് ഓരോരുത്തരുടെ ആയിട്ട് തരാൻ പറഞ്ഞു. ഈ ഡോക്ടർ അവിടെ ഇരുന്ന് ഈ റെക്കോർഡ് വെച്ചിട്ട്, ഇവരുടെ ഫയൽ വെച്ചിട്ട് ഈ ഓരോരുത്തരെയായിട്ട് ഓപ്പനോ പ്രെയർ ചൊല്ലി ഇവരുടെ എല്ലാ അസുഖങ്ങളെ മാറ്റി 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ അടച്ചു എന്നുള്ളതാണ് കഥ. എനിക്ക് ഈ കഥ കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാരൊക്കെ ഈ ഒരു പ്രെയർ ചൊല്ലി ഇരുന്നാൽ മതിയല്ലോ എന്നുള്ള ഒരു കുസൃതി ചോദ്യമൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ കഥ എനിക്ക് തീരെയും വിശ്വസനീയമാകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രെയറിനെയും ഞാൻ തീരെയും വിശ്വസിച്ചില്ല, ഞാനിത് ഉപയോഗിച്ചിട്ടേയില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് എപ്പോഴാണെന്ന് അറിയില്ല, ഞാനിങ്ങനെ യാദൃശ്ചികമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതും എനിക്ക് സഡനായിട്ട് റിസൾട്ട് കിട്ടി. എനിക്കതിൻ്റെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാര്യവും എനിക്ക് ഓർമ്മയില്ല, എപ്പോഴാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. യാദൃശ്ചികയായി ഞാൻ ഉപയോഗിച്ചത്, ആരും പറഞ്ഞിട്ടൊന്നുമല്ല, എങ്ങനെയോ ഞാനിത് ഉപയോഗിക്കാൻ ഇടയായി. പിന്നെ എനിക്ക് വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാനായിട്ട്. അത്രമേൽ മാറ്റം എൻ്റെ ലൈഫിന് കൊണ്ടുവന്ന് ഈ ഓപ്പനോ പ്രെയർ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ഒരു മിറാക്കിളാണ്. അത് ഞാൻ നിത്യം
ചെറിയ കാര്യങ്ങൾക്ക് മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാം. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് പാർക്കിംഗ് ഇല്ല എങ്കിൽ അവിടെ നിന്ന് ഹോ ഓപ്പനോ പ്രെയർ പറഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടും. ഞാനൊക്കെ ആണെങ്കിൽ ലുലുവിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര തിരക്കാവുന്ന സമയത്ത് നിസ്സാര കാര്യമാണ്, പക്ഷെ എന്നാൽ പോലും ചെയർ കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഈ പ്രെയർ ചൊല്ലുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും കസേര കിട്ടും. അങ്ങനെ എപ്പോഴും നിത്യ ആയിട്ട് നമ്മളില്ല കടുകും ഉപ്പും ഒക്കെ ഉപയോഗിക്കുന്നു, അത്രയും നിത്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോ ഓപ്പനോ പ്രെയർ. അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ അസുഖങ്ങൾ വരെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എൻ്റെ ഒരു അനുഭവത്തിലും ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഹോ ഓപ്പനോ പ്രെയർ ആണ്. എനിക്ക് ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് എന്തെല്ലാം നമ്മൾ മെൻ്റലി എല്ലാ കാര്യങ്ങളും ചെയ്തു, അഫർമേഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും ചില ദിവസങ്ങൾ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആകും. ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഹോ ഓപ്പനോ പ്രെയർ ചൊല്ലി നമ്മളുടെ ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാം. ചില സമയത്ത് എനിക്ക് ഇടയ്ക്കൊക്കെ ബ്ലോക്ക് വരാറുണ്ട്, മണി ബ്ലോക്ക് ആയാലും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. വരുന്ന സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് ഇപ്പോൾ റിക്കവർ ആവാറുണ്ട്. അത് ഈ ഹോ ഓപ്പനോ പ്രെയർ വെച്ച് മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോ ഓപ്പനോ പ്രെയർ ആണ്. എനിക്കത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. കാര്യം എനിക്ക് ലോജിക്കലി തോന്നാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. കാര്യം എന്താ വെച്ചാൽ ഞാൻ ട്രെയിനറല്ല, ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളേ അല്ല, കാര്യം മൈൻഡ് പവർ കോച്ചോ അല്ല ഞാൻ. അങ്ങനെയാണെങ്കിലാണല്ലോ നമ്മളിതിനെ ബൂസ്റ്റ് ചെയ്ത് നമുക്കിതിലൊരു അങ്ങനെയൊന്നും അല്ല. ഞാൻ നിങ്ങളുമായിട്ട് വെറുതെ എൻ്റെ അനുഭവങ്ങൾ പറയുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം കിട്ടുന്നെങ്കിൽ കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഹോ ഓപ്പനോ പ്രെയർ വെറുതെ നമ്മൾ ഈ പറയുന്ന പോലെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ പറഞ്ഞാലൊന്നും ഇതുകൊണ്ട് ഗുണമൊന്നും കിട്ടില്ല. അതിന് നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. നമ്മൾ ആദ്യമായിട്ട് ഹോ ഓപ്പനോ പ്രെയർ പറയുന്നതിന് മുമ്പേ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ട് ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഫീലിങ്സിൻ്റെയും എല്ലാ മോശം അവസ്ഥയുടെയും റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഹോ ഓപ്പനോ പ്രെയർ ചൊല്ലാൻ പാടുള്ളൂ. പിന്നെ ഇനി ഈ ഹോ ഓപ്പനോ പ്രെയർ നമ്മൾ എങ്ങനെയാണ് ചൊല്ലുക എന്ന് ചോദിച്ചാൽ, നമ്മളത് വെറുതെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ 4 സെൻറ്റൻസാണ് ഇതിലുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഐ ആം സോറി എന്ന് പറയുന്നത് ഞാനാണ് തെറ്റുകാരി എന്നൊന്നും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് സംഭവിച്ചു പോയ മിസ്റ്റേക്കാണ്. എപ്പോഴും നമ്മൾ തെറ്റുകാരാണെന്ന് നമ്മളുടെ മൈൻഡിന് ഫീഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ, ഫോർഗീവ്നെസ് ഉണ്ട്, അതായത് ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഐ ലവ് യു, നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4 ട്രാക്കാണ്, 4 ഫീലിങ്സാണ്, 4 റിതമാണ് ഇതിലുള്ളത്. അപ്പോൾ അത് പറയുന്ന രീതിക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മണി ബ്ലോക്ക് മാറും. അത് അച്ചട്ടായിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങളുടെ മണി ബ്ലോക്ക് മാറും. അഫർമേഷൻ പറയുന്നതിനെക്കാട്ടിയും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് ഇരിക്കുന്നതുമാണ് ഹോ ഓപ്പനോ. അല്ലാതെ അഫർമേഷൻ പോലെ ലോങ് ടൈം എടുക്കില്ല, മാനിഫെസ്റ്റേഷൻ പോലെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം അല്ല ഇത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ മണി ബ്ലോക്കും നമ്മളുടെ കരിയറിലെ ബ്ലോക്കുകളും റിലേഷൻഷിപ്പിലെ ബ്ലോക്കുകളും പിന്നെ നമ്മളുടെ അസുഖങ്ങളൊക്കെ വരുന്നത് തന്നെ നമ്മളുടെ ഒരുപാട് പഴയകാല ഓർമ്മകളുടെ നെഗറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ചിന്തകളിലുള്ള
പ്രശ്നം കൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നത്. പിന്നെ ജനറേഷണൽ ട്രോമ. നമുക്ക് ഇപ്പം നമ്മൾ പറയാറില്ലേ, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞിന് ഇങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. അതൊക്കെ ഈ ജനറേഷണൽ ട്രോമയാണ്. അപ്പം നമ്മളിലൂടെ ആ ട്രോമയെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടിക്കണം. ഇനി അടുത്ത ഒരു ജനറേഷൻ ഇത് ഹാൻഡ് ഓവർ ചെയ്യാതെ നമുക്ക് തന്നെ നമ്മളുടെ ജനറേഷൻ ട്രോമ, അമ്മുമ്മ അപ്പൂപ്പൻ ആ ഒരു തലമുറകളായിട്ട് കടന്നു വന്ന ജനറേഷണൽ ട്രോമ നമ്മളുടെ കാലഘട്ടത്തിൽ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ ഒരു ഹോപ്പനോപ്പനോ പ്രെയർ. അതുപോലെ പാസ്റ്റ് കർമ്മ, കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ പഴയ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകാമല്ലോ, മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ ആ പാസ്റ്റ് കർമ്മയെ നമുക്ക് ഹീൽ ചെയ്യിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഹോപ്പനോപ്പനോ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രെയർ നമുക്ക് ഓരോന്നിനും വ്യത്യസ്തമായ രീതികളിൽ ചെല്ലാം. വെറുതെ ഇത് 108 തവണ നമുക്ക് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, അത് പറയുന്ന ടോണിൽ വ്യത്യാസമുണ്ട്. ഈ വന്ദനത്തിലെ മോഹൻലാൽ, ഞാൻ അതൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഐ ലവ് യു എന്ന് പറയുന്ന പോലെ അല്ല, നമ്മൾ ആ ഫീലിങ്സ് ഉൾക്കൊണ്ട് പറയണം. ഐ ആം സോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മൾ മാപ്പ് പറയുന്ന ഫീല് വരണം. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു, കാര്യം നമ്മളോട് ക്ഷമിച്ചു, നമ്മളുടെ ഇത്രയും കാലത്തെ ട്രോമ ഹീൽ ചെയ്ത് തന്നതിന് നമ്മൾ താങ്ക് യു പറയുകയാണ്. ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാകണം. ഐ ലവ് യു, ഞാൻ സ്നേഹിക്കുന്നു. കാര്യം ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്ന യൂണിവേഴ്സിനെ നമ്മൾ സ്നേഹിക്കാതെ, നമ്മൾ സ്നേഹിക്കാതെ അല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹം അവിടെ വരുന്നു. അപ്പോൾ ഇത്തരം വികാരങ്ങളെല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഹോപ്പനോപ്പനോ പ്രെയർ പറയാൻ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് മണി ബ്ലോക്ക് മാറുന്നതിനുള്ള ഒരു പ്രെയറാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ സാധാ പ്രെയറാണ് ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ചൊല്ലാം. ഹോപ്പനോപ്പനോ പ്രെയറിന് ഇന്ന ടൈം എന്നില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് എഴുന്നേറ്റോ ഉടനെ ചെയ്യാം, രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യാം, പകൽ ജോലി ചെയ്യുമ്പം ചെയ്യാം, ഡ്രൈവിംഗ് ചെയ്യുമ്പം ചെയ്യാം, കുക്ക് ചെയ്യുമ്പോൾ ചെയ്യാം, ഏത് സമയത്തും നമ്മൾക്ക്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈബ്രേഷൻ ഹൈ ആകും. പിന്നെ നമ്മൾ മറ്റുള്ള ഓവർ തിങ്കിങ്ങിൽ നിന്നെല്ലാം നമുക്ക് ഈ ഹോപ്പനോപ്പനോ പ്രെയർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വഴി ബാക്കി ചിന്തകളൊന്നും നമുക്ക് വരില്ല. പിന്നെ നമ്മളിലേക്ക് നെഗറ്റീവ് ആൾക്കാർ അട്രാക്റ്റഡ് ആകില്ല നമ്മൾ എപ്പോഴും ഈ ഹോപ്പനോപ്പനോ പ്രെയർ പറഞ്ഞാൽ. കാര്യം നമ്മൾ ഹൈ വൈബ്രേഷനിലായിരിക്കും എപ്പോഴും നിൽക്കുക. അപ്പോൾ നെഗറ്റീവ് ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവില്ല. എപ്പോഴും നമുക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളുമായിരിക്കും നമ്മളെ തേടി വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ഒരു ഹോപ്പനോപ്പനോ പ്രെയർ 108 തവണ ചൊല്ലിയിട്ട് പോയാൽ ആ ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരിക്കും. ഉറക്കം വരാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഹോപ്പനോപ്പനോ പ്രെയർ ചൊല്ലി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. പക്ഷെ അതിനൊരു വിശ്വാസം വേണം, അത് പറയുന്ന രീതിക്കൊരു ആ ഒരു വൈബ്രേഷൻ ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹോപ്പനോപ്പനോ പ്രെയർ. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ യൂട്യൂബ് ഇത് തുടങ്ങുന്ന സമയത്തും ഞാൻ യൂട്യൂബ് നന്നായിട്ട് വരാൻ വേണ്ടി ഹോപ്പനോപ്പനോ പ്രെയർ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. നോക്കൂ, എനിക്ക് എത്ര പെട്ടെന്നാണ്, ഒരു മാസം കൊണ്ടാണ് 5000-ലധികം സബ്സ്ക്രൈബേഴ്സ് കയറിയത്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു 100% വിജയം കിട്ടുന്ന ഒരു കാര്യമാണ് ഹോപ്പനോപ്പനോ. അപ്പോൾ അത് വേണമെങ്കിൽ സാധാരണ രീതിയിൽ 108 തവണ പറയാം നിങ്ങൾക്ക്, രാവിലെയോ വൈകിട്ടോ ഏത് സമയത്തെങ്കിലും 108 തവണ. അതാണ് അതിൻ്റെ ഒരു ഡിവൈൻ നമ്പർ എന്ന് പറയുന്നത് 108 തവണയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമർ വെച്ചൊരു 3 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഹോപ്പനോപ്പനോ പ്രെയർ പറയാം. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഹോപ്പനോപ്പനോ പ്രെയർ, അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പനോ പ്രെയർ എന്ന് പറയും. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഹോപ്പനോപ്പനോ പ്രെയർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അത്തരത്തിൽ നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആധുനികമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പനോ പ്രെയറാണ്. ഈ പ്രെയറിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഈ പ്രെയർ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്, അതിനുശേഷം അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക.
നെഞ്ചിൽ കൈ വയ്ക്കുക, വലത്തെ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ആദ്യം നമുക്ക് ഡിക്ലറേഷൻ ചെയ്യാം റെസ്പോൺസിബിലിറ്റിയുടെ. ഐ ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ഓൾ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അതിനുശേഷം ഡീപ്പായിട്ട് ബ്രത്ത് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 തവണ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ പറയേണ്ടതാണ്, ഞാൻ സ്ലോ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിനി എങ്ങനെ ഇരുന്ന് വേണമെങ്കിലും ഹോപ്പനോപ്പനോ പ്രെയർ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 11 തവണ പറയാം. ഇത് ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് 11 തവണ പറയുന്നത് നല്ലതായിരിക്കും. I am sorry for any conscious or unconscious beliefs within me that have created lack, debt, fear or struggle around money. Please forgive me for these memories and programs. I thank you for cleaning them completely. I love you, money. I love you, abundance. Money flows through me easily, honestly and joyfully. I am worthy of wealth and financial peace. Thank you, thank you, thank you. ഇതാണ് പറയേണ്ടത്. ഒരിക്കൽ കൂടെ ഞാൻ വളരെ സ്ലോവിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കണക്കാക്കി പറഞ്ഞുതരാം. ഐ ആം സോറി ഫോർ എനി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ബിലീഫ്സ് വിത്തിൻ മീ ദാറ്റ് ഹാവ് ക്രിയേറ്റഡ് ലാക്ക്, ഡെപ്റ്റ്, ഫിയർ ഓർ സ്ട്രഗിൾ അറൗണ്ട് മണി. അതായത് എനിക്ക് അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ വന്നു ചേർന്നിട്ടുള്ള പണം സംബന്ധമായിട്ടുള്ള എല്ലാ മോശമായ ചിന്തകളും പ്രവർത്തികളും അനുഭവങ്ങളും ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദീസ് മെമ്മറീസ് ആൻഡ് പ്രോഗ്രാംസ്. ഈ ഓർമ്മകളും ഈ ഒരു പ്രോഗ്രാമുകളും ഒക്കെ മാറ്റിത്തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഐ താങ്ക് യു ഫോർ ക്ലീനിങ് ദം കംപ്ലീറ്റ്ലി. ഞാൻ നന്ദി പറയുന്നു, അതെല്ലാം മായ്ച്ചു കളഞ്ഞതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഐ ലവ് യു മണി, ഐ ലവ് യു അബണ്ടൻസ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു, ഞാൻ സമൃദ്ധിയെ സ്നേഹിക്കുന്നു. മണി ഫ്ലോസ് ത്രൂ മീ ഈസിലി, ഓണസ്റ്റ്ലി ആൻഡ് ജോയ്ഫുള്ളി. പണം എന്നിലൂടെ അനായാസേനയും സത്യസന്ധമായും സമാധാനപരമായും ഒഴുകി എത്തുന്നു. ഐ ആം വർത്തി ഓഫ് വെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ പീസ്. ഞാൻ സമ്പന്നതയ്ക്കും സമൃദ്ധിക്കും അർഹയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി, നന്ദി, നന്ദി. ഇതാണ് ആ വേർഡ്സ്. അപ്പം നിങ്ങളിത് ഫീലിങ്സോടുകൂടി പറയുക, എഴുതിയെടുത്ത് ഫീലിങ്സോടുകൂടി പറയുക. ഇനി നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ നമുക്ക് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞ് വരുമ്പോഴാണ് ആ ഫീലിങ്സ് കിട്ടുക. നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ 11 തവണ പറഞ്ഞ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടേക്കാം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ, നിങ്ങളിതിൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ ഞാൻ ആ ഒരു ഫീലിങ്സോടുകൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കേട്ടാലും മതി. നമുക്കിതൊക്കെ നമ്മൾ പറയണം എന്ന് തന്നെ ഇല്ല. നമ്മളിത് കേട്ടാൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകും. പിന്നെ ഇതൊന്നും മാജിക്കൊന്നും അല്ല, നമ്മളിങ്ങനെ സ്വിച്ചിട്ട കത്തുന്ന പോലെ മാജിക്കൊന്നും അല്ല. ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് നമ്മളുടെ ബ്ലോക്ക് മാറിക്കിട്ടും. ഇനി നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 41 ദിവസം എടുക്കും. ചിലപ്പോൾ ഈ 41 ദിവസവും നമ്മൾ ഈ പറയുന്ന ഫീലിങ്സ് യൂണിവേഴ്സിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ 41 ദിവസം വെറുതെ ഇരുന്ന് കാണാപ്പാഠം പഠിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നില്ല. ആ ഒരു ഫീലിങ്സോടുകൂടി നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ തവണ പറഞ്ഞാൽ തന്നെ, പക്ഷെ ആ ഒരു ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ നമ്മൾ കാണാപ്പാഠം പഠിച്ച് പറയുക എന്നുള്ളതല്ല. നമ്മൾ പറയുമ്പോൾ ആ ഒരു ഐ ആം സോറി എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സോടുകൂടി പറയാൻ പറ്റണം. I am sorry for any conscious or unconscious beliefs within me that have created lack, debt, fear or struggle around money. എന്ന് പറയുമ്പോൾ നമുക്ക് ആ സോറി, നമ്മൾ ആ ആത്മാവിൽ നിന്ന് നമ്മൾ സോറി ചോദിക്കുന്നതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവണം. പ്ലീസ് ഫോർഗീവ് മീ. ആ പറയുന്ന ആ ഒരു നീട്ടം ഉണ്ടല്ലോ, പ്ലീസ് ഫോർഗീവ് മീ
ഫോർ ദീസ് മെമ്മറീസ് ആൻഡ് പ്രോഗ്രാംസ്. കാര്യം ഈ മെമ്മറിയും പ്രോഗ്രാമും കാരണമാണ് നമുക്ക് ഇത്രയും മണി ബ്ലോക്കുകൾ ഉണ്ടായിരിക്കുന്നത്. പൈസയെക്കുറിച്ച് നമ്മൾ ബോധപൂർവമായിട്ട് അല്ലാതെയും നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സ് കാരണമാണ് നമുക്ക് ഈ മണി ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. അത് മാറ്റിത്തരണമേ എന്ന് നമ്മൾ പ്രപഞ്ചശക്തിയോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ അപേക്ഷയെന്ന് പറയുന്നത് അത്രയും ഹൃദയസ്പർശിയായിരിക്കണം. ഈ 2 സെൻറ്റൻസ് എത്രത്തോളം എഫക്റ്റീവായിട്ട് പറയുമോ അതിനനുസരിച്ചാണ് താഴത്തത് വരുന്നത്. താഴത്തത് ചിലപ്പോൾ നമുക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടായി താങ്ക് യു നമ്മളത് ചിലപ്പോൾ പറയും. പക്ഷെ ആദ്യത്തെ 2 സെൻറ്റൻസ് നമ്മൾ ആ സോറി പറയുന്നതും ഫൊർഗീവ്നെസ് ചോദിക്കുന്നതുമാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഐ ആം സോറി എന്ന് പറയുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്ന ആ ഒരു ഫീൽ ഇങ്ങനെ കൊണ്ടുവരണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ വന്ന ആ ഒരു ഫീലോടുകൂടി പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് നേരിട്ട് പറയാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടേക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്ത് നോക്കൂ. നമ്മളുടെ മണി ബ്ലോക്ക് മാറാൻ ഇതിലും വലിയൊരു വഴി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള വഴി മണി ബ്ലോക്ക് മാറാനാണെങ്കിലും കരിയറിൻ്റെ ആയാലും പിന്നെ റിലേഷൻഷിപ്പിലായാലും അസുഖങ്ങളിലായാലും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത് ഞാൻ പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോച്ചൊന്നും അല്ല, ഞാനിത് അങ്ങനെ പഠിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾ പലരും ഇതിപ്പോഴാണ് അറിയുന്നത്. അതുപോലെ ഞാൻ അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോസ് കാണുന്നതിലും നിങ്ങൾ കമൻസ് ഇടുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.